Dream to fly? Step to Amster. നമസ്കാരം. കാനഡയിലേക്ക് ഒരു ജോലി കണ്ടെത്തുന്നതിനും എന്തെങ്കിലും വേക്കൻസികളുണ്ടോ, ഈസിയായി ഒരു ജോബ് വിസ കിട്ടുമോ, അല്ലെ പെർമനൻറ്റ് റെസിഡൻസിക്ക് എന്താണ് സാധ്യത, സ്റ്റുഡൻറ്റ് വിസയിൽ പോയി കഴിഞ്ഞാലുള്ള ഓപ്ഷൻസ് എന്താണ്, അതേപോലെ തന്നെ വിസിറ്റ് വിസയിൽ കൺവേർട്ട് ചെയ്ത് കാനഡയിൽ വർക്ക് പെർമിറ്റ് എടുക്കാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ചാനൽ വഴി വീഡിയോ കണ്ടിട്ട് വാട്സാപ്പിലൂടെയും നേരിട്ടുള്ള കോളുകളിൽ കൂടുതലായി ഞങ്ങൾക്ക് വരുന്നത്. കാരണം ഞങ്ങൾ കാനഡ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കേരളത്തിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലും ഈ പറയുന്ന ഞങ്ങളുടെ സർവീസുകൾ അവൈലബിളാണ്. അപ്പോൾ കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത്, കാനഡയിലേക്ക് ഒരു സാധാരണ മലയാളികൾക്ക്, ഞാൻ ഈ ബിസിനസ് ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയോ ഒരു എക്സ്ട്രാ ഓർഡിനറി ആളുകളെ പറ്റിയോ അത്ലറ്റ്സ്, ആർട്ടിസ്റ്റുകൾ, പ്രീസ്റ്റ്, ഇങ്ങനെയുള്ള സാധാരണക്കാരല്ലാത്ത ആളുകളെ പറ്റിയോ അല്ല പറയുന്നത്. നമ്മളൊരു മലയാളികളായിട്ടുള്ള പ്രൊഫഷണൽസ്, ഒരു നേഴ്സ്, എൻജിനീയേഴ്സ്, IT തുടങ്ങിയ സാധാരണ ഇന്ത്യൻ മലയാളി പ്രൊഫഷണൽസ് എങ്ങനെ കാനഡയിൽ എത്തിയൊരു ജോലി കണ്ടെത്താം. ആദ്യമേ തന്നെ പറയട്ടെ, കാനഡ വലിയൊരു സ്വർഗമാണെന്നും അവിടെ പോകുന്നവർക്കെല്ലാം ഈസിയായി ജോലി ചെയ്ത് വളരെ കുറഞ്ഞ സമയത്ത് ജോലി ചെയ്ത് ഒത്തിരി ശമ്പളം കിട്ടുന്ന രാജ്യമാണെന്നും ഭയങ്കര ഫെസിലിറ്റികൾ നൽകി ഈ PR ആയിട്ട് പോകുന്നവർക്ക് പിറ്റേ ദിവസം മുതൽ അവർ സെറ്റിൽ ആവുകയാണെന്നോ ഒരു അവകാശവാദവും ആംസ്റ്ററിനെ നയിക്കുന്നവർക്കോ ഞങ്ങളുടെ സ്റ്റാഫുകൾക്കോ ഇല്ല. അപ്പോൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാനഡയിൽ പൊതുവായി പോയി ജോലി കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങളിൽ ഒരു 4 ഡിവൈഡ് ചെയ്യുക. ആ മാർഗങ്ങളെ, 1 +2 ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG ഒക്കെ കഴിഞ്ഞ് വലിയ ഗ്യാപ്പൊന്നുമില്ല, 2, 3, 4, 5 വർഷത്തെ ഒരു കൃത്യം എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അക്കാഡമിക്കലി നിങ്ങൾക്ക് അത്യാവശ്യം 60% എബോവ് മാർക്കുണ്ട്, IELTS എക്സാമിന് 6.5 അക്കാഡമിക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിശ്വാസം അല്ലെങ്കിൽ ആ സ്കോർ കാർഡുണ്ട്, നിങ്ങൾക്ക് കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ കോഴ്സ് എടുക്കാം. 2 വർഷം കോഴ്സ് പഠിക്കുന്നവർക്ക് നിയമപരമായി പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഈ പഠിക്കുന്ന സമയം നിങ്ങൾക്ക് എല്ലാ നിയമവശങ്ങളും പാലിക്കുന്ന ഒരാൾക്ക് ഗവൺമെൻറ് 2 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 3 ഇയേഴ്സ് ഓഫ് സ്റ്റേ ബാക്ക്, ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറയാം, പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് എന്നും പറയാം. അപ്പോൾ ഈ ഒരു പെർമിറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാനഡയിൽ 3 വർഷം ജോലി ചെയ്യുന്നതിനും ഈ ജോലി സമയത്ത് നിങ്ങൾക്ക് എത്തുന്ന എക്സ്പീരിയൻസ് അനുസരിച്ച് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന കാറ്റഗറിയിൽ കാനഡയിലേക്ക് പ്രൊവിൻസ് നോമിനേഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി FSW വഴി അപ്ലൈ ചെയ്തൊരു PR ആയി മാറി കാനഡയിൽ ഒരു സ്ഥിര താമസക്കാരനായി മാറുകയും ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ നേടുന്ന ഒരു ഇമിഗ്രൻ്റ് ആയിട്ട് മാറുന്നതിനും സാധിക്കും. ഓപ്ഷൻ നമ്പർ 1 കംപ്ലീറ്റഡ്. ഓപ്ഷൻ നമ്പർ 2, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള IT, നഴ്സസ്, എൻജിനീയേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ്, ഒരു PG അല്ലെങ്കിൽ PhD, മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, ഒരു വിദ്യാഭ്യാസപരമായി പെർഫെക്റ്റ് ആണ്, അതിൽ എക്സ്പീരിയൻസ് ഉണ്ട്, 2 + 4, 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു 6 ഇയേഴ്സ് മാക്സിമം, ഒരു 6 വർഷം മാക്സിമം കൂട്ടിയാൽ മതി. IELTS എക്സാമിന് ഒരു ഭയവുമില്ല, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് 7.5 നേടാനുള്ള സ്കില്ലുണ്ടെന്ന് വിശ്വാസം, അല്ല IELTSനെ നേരിടാനുള്ള വിശ്വാസമുള്ള ആളുകൾക്ക് കാനഡയിൽ ഉറപ്പായിട്ടും നേരിട്ടുള്ള പെർമനൻറ്റ് റെസിഡൻസി ഇമിഗ്രേഷൻ പാത്വേകൾ സ്വീകരിക്കാൻ സാധിക്കും. അതിൽ വരുന്നത് പ്രൊവിൻഷ്യൽ നോമിനേഷനാണ്. ധാരാളം പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാംസ് കാനഡ എല്ലാ വർഷവും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് FSW ആണ്. അത് അത്യാവശ്യം നിലവിൽ സ്കോർ കൂടുതലുള്ള, സ്കോറിനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഒരു ടെക്സ്റ്റ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് തിരിച്ചൊരു കോൾ ബാക്ക് ഉണ്ടാവും. ആദ്യമായിട്ടാണ് സ്കോറിനെ പറ്റിയൊക്കെ കേൾക്കുന്ന ഒരാളാണെന്നില്ലേ. അപ്പം CRS സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ FSW പ്രോഗ്രാം മലയാളികൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തെ ഡിലേ ഒക്കെ മാറി കാനഡ ഇമിഗ്രേഷൻ പാത്വേ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് വളരെ നല്ല പ്രതികരണമാണ് കാനഡ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ഇന്ത്യക്കിലെ 7000 ആളുകളെയൊക്കെ ഓരോ ഡ്രോയിലൂടെയും അവർ സ്വീകരിക്കുമെന്ന് പറയുന്നത് FSW പ്രോഗ്രാമും വളരെ നല്ല ശക്തമായി അവർ കോവിഡിൻ്റെ പാൻഡമിക് സിറ്റുവേഷന് ശേഷം തുടങ്ങുന്നു എന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷനും കംപ്ലീറ്റ് ആയി. 3ാമത്തെ ഓപ്ഷൻ ഓൺസൈറ്റ് ജോബ്സ്. അതിനെപ്പറ്റി അധികം വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതലായും IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർ IT കമ്പനിയുടെ ഒരു ഓൺസൈറ്റ് പ്രോജക്റ്റ്
ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ എന്നൊക്കെ പറയാം. ഒരു പ്രോജക്റ്റ് കാനഡയിലുണ്ട്. അതിനുവേണ്ടി അവർ യോഗ്യരായ ആളുകളെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഇൻഫോസിസ്, ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയ കമ്പനികൾ, തുടങ്ങിയിടങ്ങളിലുള്ള IT കമ്പനികൾ ആളുകളെ കാനഡയിലേക്ക് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഓൺസൈറ്റ് ജോബിന് വിടാറുണ്ട്. അതിന് ഒരു ഏജൻസിയുടെ ആവശ്യമൊന്നുമില്ല. ആ കമ്പനി തന്നെ ഇതെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യും. ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ആൾക്കാർ സ്വീകരിക്കുന്നൊരു മാർഗ്ഗമാണ്. ഇനി അടുത്തത് ഈ ഇടയ്ക്ക് ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് വിസിറ്റ് വിസയിൽ പോയാൽ കാനഡയിൽ ജോലി കണ്ടെത്താം. ആദ്യമേ തന്നെ പറയട്ടെ, വിസിറ്റ് വിസ കിട്ടാനുള്ള മാർഗ്ഗം ആദ്യം നിങ്ങൾ അന്വേഷിക്കുക. ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ച് നിങ്ങൾ ലോകത്തെ ഒരു രാജ്യത്ത് സന്ദർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇപ്പം ഏറ്റവും എളുപ്പമാർഗ്ഗം വിസിറ്റ് വിസ അപ്ലൈ ചെയ്ത് അങ്ങ് പോയേക്കാമെന്ന് കരുതി ധാരാളം പേരാണ് എന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓഫീസുകളിൽ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ വിസിറ്റ് വിസ എന്ന് പറയുന്നതിനെ പറ്റി ആദ്യം നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കിട്ടിക്കഴിഞ്ഞാൽ, വിസിറ്റ് വിസ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ ജോലി കണ്ടെത്തി CV കൊണ്ട് കമ്പനി കൊടുക്കുന്നു, ജോലി കിട്ടുന്നു, വർക്ക് പെർമിറ്റിലോട്ട് മാറുന്നു. ഇങ്ങനെയല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. വർക്ക് പെർമിറ്റിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു LMI അപ്രൂവ്ഡ് ആയിട്ടുള്ള, LMI എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു തരാം. കൃത്യമായിട്ട് LMI പറ്റി ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല, ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്, LMI പറ്റി പറഞ്ഞു തരാം. അപ്പോൾ LMI അപ്രൂവ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇല്ലാത്തതായോ ഒരു ലീഗൽ വർക്ക് പെർമിറ്റിലേക്ക് ഒരു എംപ്ലോയർ നമ്മളെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരമായ ഒരു പ്രോസസ്സ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. വിസിറ്റ് വിസ കിട്ടുക സാധാരണ ഒരാൾക്ക്, ഇപ്പോൾ നിങ്ങൾ പല കൺട്രീസിലൊക്കെ ഫ്രീക്വൻറ്റ് ട്രാവലറാണ്, നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് കാനഡയ്ക്ക് അപ്ലൈ ചെയ്തതിന് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു വിസയുണ്ട്, വിസിറ്റ് വിസ ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്ക് കാനഡയിലേക്ക് പോകാം, അവിടെ പോയി ഒരു എംപ്ലോയറെ കണ്ടെത്താം. പക്ഷേ എംപ്ലോയറെ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് വെറുതെ ഈ പറയുന്ന ഒരു കൺസൾട്ടൻ്റ് വഴിയാണെങ്കിൽ നിലവിൽ അത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും കാനഡയിൽ നിന്നാണെങ്കിലും ഒരു 30,000 മുതൽ 60,000 70,000 കനേഡിയൻ ഡോളേഴ്സ് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇന്ത്യൻ വാല്യൂ നിങ്ങൾ 50 രൂപ ഇട്ടെങ്കിലും ഒന്ന് കൂട്ടി നോക്കിയാൽ മതി, കറൻസി എക്സ്ചേഞ്ച് റേറ്റ്. ഇത്രയും ലക്ഷം മുടക്കി കാനഡയിൽ കൺസൾട്ടൻസ് വഴിയോ ഏജൻസി വഴിയോ ഇപ്പം ലീഗലായിട്ട് അവർ ചെയ്യുവാണെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി എനിക്ക് ഉത്തരം പറയാനില്ല. പക്ഷേ ഇത്രയും രൂപ അവർ വാങ്ങിക്കുന്നുണ്ട്. സോ അതിനൊന്നും നിങ്ങൾ കരുതിയിരിക്കുക. അത് വേണോ ഇല്ലോ നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ അല്ലെങ്കിൽ ആംസ്റ്റർ, ഞാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന കമ്പനിയോ LMI ഈ പറയുന്ന റേറ്റിലോ ചെയ്ത് കൊടുക്കുന്നില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് നിയമപരമായി ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ താല്പര്യവുമില്ലാത്തതാണ്. അപ്പോൾ LMI നിങ്ങൾക്ക് ജോലി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും രൂപയൂടെ ആകുമെന്നൂടെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോലി തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ ഒരു പേഴ്സൺ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ റിലേറ്റീവ്, നിങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് അവിടെ ഉണ്ട്, നിങ്ങളുടെ സ്വന്തം സഹോദരൻ അവിടെ ഉണ്ട്, അയാൾക്ക് നിങ്ങൾക്കൊരു ജോലി വാങ്ങിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ വിസിറ്റ് വിസ എടുത്ത് കാനഡയിൽ പോകാം, നോ പ്രോബ്ലം. അല്ലാതെ കാനഡയിൽ ഈ പറയുന്ന കാറ്റഗറി അല്ല, ഞാൻ ഈ പറഞ്ഞ 4 കാറ്റഗറികളല്ലാതെ കാനഡയിൽ വേക്കൻസി ഉണ്ടോ, കാനഡയിൽ ഈ ജോലി കിട്ടുമോ, കാനഡയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ജോലി ആവാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ധാരാളം കമൻറ്റ്സ് വരുന്നത്. ഇവർക്കൊക്കെ ഒരു മറുപടിയാണ്. വേക്കൻസികൾ ധാരാളം ഉണ്ടായിരിക്കാം, ധാരാളം ഉണ്ടെന്ന് തന്നെയാണ് ഗവൺമെൻറ് പറയുന്നത്. എല്ലാ മേഖലയിലും അവിടെ വേക്കൻസികളുണ്ട്. പക്ഷേ ഈ വേക്കൻസി ഉണ്ടായിട്ടും ജോലി ഉണ്ടായിട്ടും അല്ല കാര്യം. നിങ്ങൾക്ക് അവിടെ എങ്ങനെ എത്തിപ്പെടാമെന്നും ആ എത്തിപ്പെടുന്ന സ്ട്രഗിൾ എടുത്ത് അല്ലെങ്കിൽ ആ മാർഗ്ഗങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് ചിലപ്പോൾ വർഷങ്ങളെടുത്ത് പ്രോസസ്സ് ചെയ്ത് 2-3 വർഷം വെയിറ്റ് ചെയ്ത് കാനഡയിൽ ഇമിഗ്രേറ്റ് ചെയ്ത ആളുകളുണ്ട്. 4 വർഷം കൊണ്ട് കാനഡയിൽ എത്തിയ, പണ്ട് ക്യൂബക്കിൻ്റെ പ്രോസസ്സൊക്കെ 6 വർഷം കൊണ്ട് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളുകളുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിനിടയിൽ കമൻറ്റ് ചെയ്യാം. 6 വർഷമാണ് അവരെടുത്ത പ്രോസസ്സ്. IELTS എക്സാം മൾട്ടിപ്പിൾ ടൈം എഴുതി സ്കോർ കൂടുതൽ കിട്ടി അവർ അപ്ഡേറ്റ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4 മാർഗ്ഗങ്ങളിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളെ കൊണ്ട് സ്വാധീനിക്കുന്ന ഒരു മാർഗ്ഗം ആദ്യം ചൂസ് ചെയ്യുക. എന്നിട്ട് അതിനുവേണ്ടി ജോലി ചെയ്യുക, അതിനുവേണ്ടി നിങ്ങളുടെ സമയം കണ്ടെത്തുക, അതിനെങ്ങനെ റീച്ച് ചെയ്യാമെന്നുള്ളത് നോക്കുക. അല്ലാതെ വേക്കൻസി തിരഞ്ഞോ നേരിട്ടുള്ള ജോലി തിരഞ്ഞോ കാനഡയിൽ നിന്നുള്ള യൂട്യൂബ് ചാനലുകളുടെ അടിയിൽ പോയി എന്നെ സഹായിക്കണമേ, എന്നെ നേരിട്ട് കാനഡയിൽ കൊണ്ടുപോകണമേ, ചേട്ടനും ചേച്ചിയും അവിടെ അല്ലേ ജീവിക്കുന്നത്, എന്നെ കൂടെ കൊണ്ടുപോകുമോ, ഈ വേക്കൻസി ഉണ്ടോ, ഞാനൊരു ടീച്ചറാണ് എനിക്ക് ജോലി വാങ്ങിച്ച് തരാമോ, നേഴ്സിന് എവിടെ ഇപ്പോൾ ശമ്പളം എത്ര ഉണ്ട്, എന്നെ കൊണ്ടുപോകുമോ, ഇങ്ങനെ കമൻ്റ് ഇട്ട് നിങ്ങളുടെ സമയം കളയാതെ. കാരണം യൂട്യൂബ് ആയതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു, നിങ്ങൾ പലരും ഈ കാനഡയിലുള്ള വ്ളോഗേഴ്സിൻ്റെ ചാനലിൻ്റെ അടിയിൽ പോയിട്ട് ഇതിനിപ്പോൾ വേക്കൻസി ഉണ്ടെന്ന് വെച്ചാൽ അവർ യെസ് എന്ന് പറയും, വേക്കൻസി ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ പോകാമെന്ന് അവർ കുറേ ലിസ്റ്റ് പറയും. ഈ FSW ഇത് നിങ്ങൾ ചെയ്തു, നിങ്ങൾ തന്നെ ഇത് ചെയ്തോളൂ, പോകാം എന്നേ അവർക്ക് പറയാൻ പറ്റും. ബിക്കോസ് ദേ ആർ നോട്ട് എ കൺസൾട്ടൻറ്റ്. അപ്പോൾ അവർ ഒരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ മാത്രമാണ് അവർക്ക് നിയമപരമായിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അത് ഓരോ നിയമങ്ങളാണ്, ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളാണ്. അപ്പോൾ
ഇതാണ് കാനഡയിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഈസി പാത്വേസ്. അപ്പോൾ ഈസി പാത്വേ തിരഞ്ഞെടുക്കുന്നവർ ഉറപ്പായും ഇതുകൂടെ കേട്ടിട്ട് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ് യുവർ വീഡിയോ. Amster, your best immigration partner. Dream to fly? Step to Amster.